എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ വിവിധ ജില്ലകളിലായുള്ള സർക്കാർ ഓഫീസുകളിൽ ഇന്റർവ്യൂ വഴി ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. കേരള സർക്കാർ ഓഫീസുകളിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ താൽക്കാലിക ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ക്ലർക്ക് ഉൾപ്പെടെയുള്ള വിവിധ തസ്തികകളിലാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. 7ാം ക്ലാസ്, 10ാം ക്ലാസ് തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതും മറ്റു ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതുമായ തസ്തികകളും ഇതിലുണ്ട്. അതുപോലെ തന്നെ ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തികകളും ഇതിലുണ്ട്. നമുക്ക് ഓരോ തസ്തികയെ കുറിച്ചുമുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി ഓരോ തസ്തികയെ കുറിച്ചുമുള്ള വിശദ വിവരങ്ങൾ നോക്കാം. ആദ്യത്തേത് ബോയിലർ ഓപ്പറേറ്റർ തസ്തികയാണ്. ആലപ്പുഴ ജില്ലയിലെ കലവൂരുള്ള കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിലാണ് ബോയിലർ ഓപ്പറേറ്റർ തസ്തികയിൽ വേക്കൻസികൾ വന്നിട്ടുള്ളത്. ITI or NTC or NSC in ബോയിലർ കോമ്പിറ്റന്റ് B ക്ലാസ് സർട്ടിഫിക്കറ്റ് ആണ് യോഗ്യതയായി പറഞ്ഞിട്ടുള്ളത്. പ്രായപരിധി 18 വയസ്സ് മുതൽ 41 വയസ്സ് വരെയാണ്. പ്രതിമാസ വേതനം 18,000 രൂപയാണ്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 2026 മാർച്ച് 7-നകം അതാത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. അടുത്തത് ക്ലർക്ക് തസ്തികയാണ്. സംസ്ഥാന ഔഷധ സസ്യ ബോർഡിൽ ക്ലർക്ക് തസ്തികയിൽ അന്യത്ര സേവന വ്യവസ്ഥയിൽ ജോലി ചെയ്യാൻ സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സമാന തസ്തികയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. +2 അല്ലെങ്കിൽ തത്തുല്യവും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമയുമാണ് യോഗ്യത. ഓഫീസ് മേലധികാരിയുടെ നിരാക്ഷേപ പത്രം സഹിതം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സംസ്ഥാന ഔഷധ സസ്യ ബോർഡ്, ഷൊർണൂർ റോഡ്, തിരുവമ്പാടി പോസ്റ്റ്, തൃശൂർ 680022 എന്ന വിലാസത്തിൽ 2026 മാർച്ച് 31 വൈകിട്ട് 5 മണിക്ക് മുമ്പായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അടുത്തത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ തിരുവനന്തപുരത്തെ ഓഫീസിലാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. 179 ദിവസത്തെ ദിവസവേതനാടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനമായിരിക്കും. പ്രതിദിന വേതനം 800 രൂപയാണ്. യോഗ്യതയായി പറഞ്ഞിട്ടുള്ളത് +2വും സർക്കാർ അംഗീകാരമുള്ളതും കുറഞ്ഞത് 6 മാസം ദൈർഘ്യമുള്ളതുമായ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സ് അല്ലെങ്കിൽ DCA. MS ഓഫീസ് അഭികാമ്യ യോഗ്യതയായി പറഞ്ഞിട്ടുണ്ട്. പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. കൂടാതെ അർഹരായവർക്ക് നിയമാനുസൃതമായ വയസ്സിളവും ലഭിക്കുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ, പകർപ്പ് എന്നിവ സഹിതം 2026 മാർച്ച് 6 രാവിലെ 9:30 PMGക്ക് സമീപമുള്ള കമ്മീഷൻ ആസ്ഥാനത്ത് എത്തേണ്ടതാണ്. അടുത്തത് അംഗൻവാടി ഹെൽപ്പർ തസ്തികയാണ്. തിരൂർ അഡീഷണൽ ICDSലെ തൃപ്പങ്ങോട് ഗ്രാമപഞ്ചായത്ത് അംഗൻവാടികളിലെ ഹെൽപ്പർ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. തൃപ്പങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരും 2026 ജനുവരി 1 18 മുതൽ 46 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവരുമായ വനിതകളായിരിക്കണം. എഴുത്തും വായനയും അറിയുന്നവരും SSLC ജയിക്കാത്തവരുമായവർക്ക് ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് 3 വർഷവും ഹെൽപ്പർ തസ്തികകളിൽ മിനിമം 1 വർഷമെങ്കിലും സേവന പരിചയമുള്ളവർക്ക് ആനുപാതികമായും ഉയർന്ന പ്രായപരിധിയിൽ പരമാവധി 3 വയസ്സുവരെയും ഇളവ് ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർ നിശ്ചിത മാതൃകയിലുള്ള പൂരിപ്പിച്ച അപേക്ഷകൾ ആവശ്യമായ രേഖകൾ സഹിതം 2026 മാർച്ച് 5 വൈകിട്ട് 5 മണിക്ക് മുമ്പായി തിരൂർ അഡീഷണൽ ICDS പ്രൊജക്ട് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയുടെ മാതൃക തിരൂർ അഡീഷണൽ ICDS ആലത്തിയൂർ, തൃപ്പങ്ങോട് ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. പ്രസ്തുത വാർഡിൽ സ്ഥിരതാമസമാണെന്ന് തെളിയിക്കുന്ന രേഖ, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന രേഖ, ആധാർ കാർഡ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. അടുത്തത് ഫാം വർക്കേഴ്സ് ഒഴിവാണ്. ഫിഷറീസ് വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ പ്രവർത്തിക്കുന്ന മത്സ്യവിത്തുൽപാദന കേന്ദ്രത്തിലാണ് ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് ഫാം വർക്കേഴ്സിനെ നിയമിക്കുന്നത്. 7ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള നീന്തൽ അറിയാവുന്നവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 2026 മാർച്ച് 2 രാവിലെ 10:30 കമലേശ്വരത്തുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. അടുത്തത് മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ വിവിധ തസ്തികകളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളാണ്. സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് സഹായി, ലാബ് ടെക്നീഷ്യൻ, ഫിസിയോതെറാപ്പിസ്റ്റ്, അക്കൗണ്ടന്റ് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഡ്രൈവർ, ക്ലീനിംഗ് സ്റ്റാഫ് എന്നീ തസ്തികകളിലാണ് താൽക്കാലിക നിയമനം നടത്തുന്നത്. സ്റ്റാഫ് നഴ്സ് തസ്തികയ്ക്ക് വേണ്ട യോഗ്യത GNM or BSc നഴ്സിംഗ്, നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ. ഇന്റർവ്യൂ നടക്കുന്നത് 2026 മാർച്ച് 3 രാവിലെ 10:30 നഴ്സിംഗ് സഹായി തസ്തികയ്ക്ക് വേണ്ട യോഗ്യത ANM. ഇന്റർവ്യൂ നടക്കുന്നത് മാർച്ച് 3 രാവിലെ 11:30 ലാബ് ടെക്നീഷ്യൻ തസ്തികയ്ക്ക് വേണ്ട യോഗ്യത DMLT or BSc MLT ആൻഡ് പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ. ഇന്റർവ്യൂ നടക്കുന്നത് 2026 മാർച്ച് 3 ഉച്ചയ്ക്ക് 1:30
ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികയ്ക്ക് വേണ്ട യോഗ്യത BPT ആൻഡ് RCI രജിസ്ട്രേഷൻ. ഇന്റർവ്യൂ നടക്കുന്നത് 2026 മാർച്ച് 3 വൈകിട്ട് 3 മണിക്കാണ്. അക്കൗണ്ടന്റ് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയ്ക്ക് വേണ്ട യോഗ്യത ബിരുദവും DCAയോ അതിനു മുകളിലോ ആണ്. ഇന്റർവ്യൂ നടക്കുന്നത് 2026 മാർച്ച് 4 രാവിലെ 10:30 ഡ്രൈവർ തസ്തികയ്ക്ക് വേണ്ട യോഗ്യത 7ാം ക്ലാസ്സും ഹെവി വെഹിക്കിൾ ലൈസൻസുമാണ്. ഇന്റർവ്യൂ നടക്കുന്നത് 2026 മാർച്ച് 4 ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികയ്ക്ക് വേണ്ട യോഗ്യത 7ാം ക്ലാസ്സും ആശുപത്രിയിലെ പ്രവൃത്തി പരിചയവുമാണ്. ഇന്റർവ്യൂ നടക്കുന്നത് 2026 മാർച്ച് 5 രാവിലെ 10:30 താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. കേരള PSC, SSC, RRB, ബാങ്ക് എക്സാം തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.